ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൊഫഷണൽ ക്വാളിറ്റീസും പിന്നെ വരുന്നത് പേഴ്സണൽ ക്വാളിറ്റീസും. എന്താണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ജനറൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം നമ്മളെ ഓഡിറ്ററിന്. ജനറൽ അക്കൗണ്ടിങ്ങിലെ പ്രിൻസിപ്പിൾസ് പ്രാക്ടീസസിനൊക്കെ പറ്റിയുള്ള നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള നോളജ് വേണം, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള നോളജ് വേണം, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിനൊക്കെ പറ്റിയുള്ള നോളജ് ആർക്ക് വേണം, ഓഡിറ്ററിന് വേണം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഓഡിറ്റിങ്ങിൻ്റെ ടെക്നിക്സിനെ കുറിച്ചിട്ടുള്ള നോളജ് വേണം ഓഡിറ്റർക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണ്, ഓഡിറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചുള്ള നോളജ് വേണം. പിന്നെ എന്താ, ബിസിനസ് ലോസിനെ പറ്റിയുള്ള നോളജ് വേണം. ബിസിനസ് ലോസിനെ പറ്റിയ നോളജ് എന്തിനാണ്, ഓരോ ബിസിനസ്സും പല തരത്തിലുള്ളതല്ലേ. അപ്പോൾ അതിന് ഇപ്പം എന്താ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അതിന് വേറെ ലോസും, അപ്പോൾ ഓരോ ബിസിനസ്സിനും ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഓഡിറ്ററിന് നമ്മളെ ബിസിനസ് ലോസിനെ പറ്റിയിട്ടുള്ള നോളജ് വേണം. പിന്നെ മെയിനായിട്ട് വേണ്ടത് എന്താണ്, ഇൻകം ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസിനെ പറ്റിയുള്ള നോളജ് വേണം. അവിടെ ടാക്സിൻ്റെ സ്ലാബ് റേറ്റ്സ് അതിനൊക്കെ പറ്റിയുള്ള നോളജ് ആർക്ക് വേണം, നമ്മൾ ഓഡിറ്ററിന് വേണം. പിന്നെ ബിസിനസ് മാനേജ്മെൻറ്റിന് പറ്റിയുള്ള നോളജ് വേണം, ഓർഗനൈസേഷന് പറ്റിയുള്ള നോളജ് വേണം, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷന് പറ്റിയുള്ള നോളജ് വേണം. അതേപോലെ റിപ്പോർട്ട് റൈറ്റിംഗ്, എങ്ങനെ ഒരു ഓഡിറ്റുള്ള ഒരു റിപ്പോർട്ട് എഴുതണം അതിനെ കുറിച്ചുള്ള ഒരു നോളജ് വേണം ആർക്ക്, ഓഡിറ്ററിന്. അതേപോലെ തന്നെ നോളജ് ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ ബിസിനസ് ആൻഡ് ഓഡിറ്റിൻ്റെ അടിയിൽ വരുന്ന ബിസിനസ്സിൻ്റെ ഡീറ്റെയിലിൻ്റെ ഒരു ടെക്നിക്കൽ നോളജ് വേണം. അതേപോലെ നോളജ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ദ ബിസിനസ് അണ്ടർ ഓഡിറ്റിൻ്റെ കീഴിൽ വരുന്ന അക്കൗണ്ട്സിൻ്റെ നോളജും ആർക്ക് വേണം, ഒരു ഓഡിറ്ററിന് വേണം. ഇതൊക്കെയാണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. പിന്നെ പറയുന്നത് പേഴ്സണൽ ക്വാളിറ്റീസ്. രണ്ടാമത്തെ ടൈപ്പ് എന്താണ് വരുന്നത്, പേഴ്സണൽ ക്വാളിറ്റീസ്. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതാണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ്. പേഴ്സണൽ ക്വാളിറ്റീസിൽ വരുന്ന ആളെന്തായിരിക്കണം, ഹോണസ്റ്റി ഉള്ള ആളായിരിക്കണം ആ ഓഡിറ്റർ. ടാക്ട്ഫുൾനെസ് ഉണ്ടായിരിക്കണം, വിജിലൻസ് ആയിരിക്കണം, ഒരു എൻക്വയറി മൈൻഡുള്ള ഒരാളായിരിക്കണം. പിന്നെ ആളെ കെയറായിട്ടും സ്കിൽഫുള്ളായിട്ടും വേണം അയാളെ ആക്ടിവിറ്റി ഓർ അയാളെ ഡ്യൂട്ടി നടത്താൻ വേണ്ടിയിട്ട്. ജഡ്ജ്മെൻറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓഡിറ്റിങ്ങിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്ത് അയാൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റണം. പിന്നെന്താ, റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പിന്നെ ഒരു കോമൺ സെൻസ് ഉള്ള ആളായിരിക്കണം. പിന്നെ ആൾക്ക് എന്താ മെയിനായിട്ട് വേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എന്ത് വേണം, എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വേണം. അതേപോലെ എബിലിറ്റി ടു വർക്ക് ഹാർഡ് വേണം. പിന്നെ നമ്മളൊരു ഓർഗനൈസേഷൻ ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റിയിട്ടും അവിടെ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓഡിറ്ററിന് കിട്ടുന്നുണ്ട്. സോ അവിടെ മെയിനായിട്ട് വേണ്ട വേറൊരു കാര്യമാണ് ഓഡിറ്റർക്ക് എബിലിറ്റി ടു മെയിൻറ്റെയിൻ സീക്രറ്റ്സ്. ഇതൊക്കെയാണ് പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്ററിൻ്റെ കീഴിൽ വരുന്നത്.